വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനർഗസ് എന്ന് പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹെൽബയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ശിഷ്യന്മാർ ഔപചാരികമായ രീതിയിൽ നിയോഗിക്കപ്പെടുന്നു. യേശു തന്റെ രക്ഷണീയ ദൗത്യം ഈ ലോകത്തിൽ നടപ്പിലാക്കുന്ന പ്രക്രിയയിൽ എല്ലാവിധത്തിലും തന്നോട് ചേർന്നു നിന്നുകൊണ്ട് തന്നെ സഹായിക്കുന്നതിനും തന്നോട് സഹകരിക്കുന്നതിനുമായി പണ്ടേ കണ്ടുവച്ചിരിക്കുന്ന 12 പേരെ തന്റെ സമീപത്തേക്ക് വിളിക്കുന്ന ഒരു ദൃശ്യമാണ് സുവിശേഷകനായ മർക്കോസ് ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മലയിൽ സന്നിഹിതനായിരിക്കുന്ന യേശു ആ മലമുകളിലേക്കാണ് തന്റെ ശിഷ്യന്മാരാകാൻ താൻ കണ്ടുവച്ചിരിക്കുന്ന ആ 12 പേരെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി. അവരിൽ നിന്ന് താൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് അവരോട് വ്യക്തമാക്കുകയാണ് യേശു ആ വിളിച്ചുകൂട്ടിയുള്ള സംഭാഷണത്തിൽ കൂടെ. ആ വ്യക്തമാക്കുന്നതിൽ അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ, അവരെ പല അധികാരങ്ങളും ഏൽപ്പിക്കുന്നുണ്ട് എന്ന് വരികിൽ ആ അധികാരങ്ങൾ ഏൽപ്പിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കടമകളും നിർവഹിക്കാനുണ്ട് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. തന്നോടുകൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് താൻ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. തന്റേതായിട്ടുള്ള ദൗത്യം പ്രപഞ്ചത്തിന്റെ കോണുകളിൽ എത്തിക്കാൻ വേണ്ടി, സുവിശേഷ സന്ദേശം മനുഷ്യർക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി അയക്കപ്പെടുക വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന സത്യം അവരെ ബോധ്യപ്പെടുത്തുന്നു. ഈ അവരുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശക്തികളും കഴിവുകളും പ്രാപ്തികളും അവിടുന്ന് അവർക്ക് പ്രദാനം ചെയ്യാൻ സന്നദ്ധനാണ് എന്നുള്ളതും വ്യക്തമാക്കുകയാണ്. എല്ലാ തരത്തിലും ഹൃദ്യമായ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് മർക്കോസ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ ഈ 12 പേരിൽ ചിലർക്ക് പുതിയ പേരുകൾ യേശു തന്നെ നിർദ്ദേശിക്കുന്നതായിട്ടും സൂക്ഷ്മ നിരീക്ഷണത്തിൽ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നതാണ്. പലതരത്തിലും അവരുടെ ജീവിതത്തെ സമൂലം പരിവർത്തനപ്പെടുത്താൻ ഉതകുന്ന ഒരു വലിയ ദൈവവിളിയാണ് അവരെ സ്വീകരിക്കാൻ പോകുന്നതെന്ന് അവരെ എല്ലാ തരത്തിലും ബോധ്യപ്പെടുത്തിക്കൊണ്ട് താൻ തുടക്കം കുറിക്കാൻ പോകുന്ന ആ രക്ഷണീയ കൃത്യത്തിന് തന്റെ അനുയായികള്, തന്റെ ശിഷ്യന്മാർ എന്ന രീതിയിൽ എല്ലാ തരത്തിലും സഹാരികളാകത്തക്ക വിധത്തിൽ അവരെ നിയോഗിക്കുകയാണ് യേശു ഇവിടെ ചെയ്യുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്.